ഹലോ, ഇന്ന് നമ്മളുടെ മക്കായിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. യാത്രാക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ഇവിടുത്തെ കാഴ്ചകൾ ഇന്നലെ വൈകുന്നേരം കണ്ടതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ വണ്ടീനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടതുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ഒരു പോക്ക് കേട്ടോ. പോകുന്ന വഴിക്കുള്ള സീൻസ് ഒക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, റോഷ്നി ബൈ രാജ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇന്നത്തെ യാത്ര തുടരുവാണ്. ആദ്യം തന്നെ നമ്മൾ പോയത് ഒരു ബീച്ചിലേക്കായിരുന്നു. ആ ഒരു ബീച്ചിന്റെ ക്ലിപ്സ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവര് നമ്മുടെ ചാനലിൽ ഒന്ന് പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് മക്കായിൽ വരുന്നവര് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. മക്കായിൽ എന്താണ് കാണാനുള്ളതെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിള് ആദ്യം തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. മറ്റൊന്നുമല്ല, ബ്ലൂ വാട്ടർ ലഗൂൺ. അപ്പോൾ ലഗൂൺ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിക്ചർ കാണുമ്പോൾ ഒരു പൂള് പോലെയൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളും വിചാരിച്ചു ഒരു ചെറിയ പൂള് സെറ്റപ്പ് ഒക്കെ ആയിരിക്കും, വാട്ടർ പാർക്ക് പോലെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതുണ്ടല്ലോ, നമ്മളുടെ ഡ്രൈവിംഗ് ഒട്ടും ബോറിംഗ് ആയിരിക്കത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഈ റോഡുകളുടെ സൈഡിലുള്ള ഈ തെങ്ങുകളും ഈ ഒരു കാഴ്ചകളും ഒക്കെ. അങ്ങനെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ഉറപ്പായിട്ടും വിചാരിച്ചു ഒരു എൻട്രി ഫീസ് ഉണ്ടായിരിക്കും, അത് ഗൂഗിളിൽ കാണിക്കാത്തതായിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് ടിക്കറ്റ് ചോദിച്ച എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് അവിടെ ഫ്രീ ആണ് എൻട്രി എന്നുള്ളതായിരുന്നു. ഈ ബ്ലൂ വാട്ടർ ലഗൂൺ എന്നുള്ളത് 3 വ്യത്യസ്തമായിട്ടുള്ള വലിയ സ്വിമ്മിംഗ് പൂൾസിന്റെ ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് പിക്നിക് ഏരിയ ഉണ്ട്. അത്യാവശ്യം ഫാമിലി മൊത്തം വന്നിട്ട് ഒരു ഡേ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. ഷെയ്ഡഡ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അല്ലാതെ ടേബിളും ബെഞ്ചുകളും വെച്ചിട്ടുണ്ട്, ബാർബിക്യൂ ഏരിയാസ് ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഷാലോ വാട്ടർ ഉള്ള ഒരു പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു വാട്ടർ തീം പാർക്കും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കും അല്പം മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു പൂളും ഇവിടുത്തെ വാട്ടർ പാർക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിള്ളേർ ഇങ്ങനെ ഓടി കളിക്കുന്ന കാണുമ്പോൾ നല്ലൊരു കുളിർമ കിട്ടുന്ന കാഴ്ചയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്നൊരു സൺഡേ ആണ്, പക്ഷെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയ മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ്. നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ചേഞ്ചിങ് റൂമുകളും പൂളിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കുളിച്ചു കയറാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ജാഗരൂകരായിട്ട് നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലൈഫ് ഗാർഡ്സിന്റെ പ്രസൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരാൾ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും അപകട സൂചന കാണുവാണെങ്കിൽ അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ ആശ്വാസകരമാണ്. ഇവിടെ എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് നമ്മളുടെ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ് എന്നുള്ളത്. എന്നാലും ഇവരിങ്ങനെ ഡ്യൂട്ടിയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ആശ്വസിക്കാം. ഇവിടെ തന്നെ കൊടുത്തിട്ടുള്ള കഫേന്ന് അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ടും സാധിക്കും കേട്ടോ. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഔട്ടിന് പറ്റിയ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ. നിങ്ങൾ എപ്പോഴെങ്കിലും മക്കായി വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ ഒരു വാട്ടർ ലഗൂൺ. ഫാമിലി ഔട്ടിങ്ങിനും റിലാക്സ് ചെയ്യാനും നീന്താനും പിക്നിക് മോഡ് എൻജോയ് ചെയ്യാനും ഒരേ സ്ഥലത്ത് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ. ആ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു പാർക്ക് സെറ്റപ്പും കൂടെ ഉണ്ട് കേട്ടോ. വെള്ളത്തിലിറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പേടിയുള്ളവർക്ക് പാർക്കിൽ കളിച്ചിട്ടാണെങ്കിലും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞു വാട്ടർ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അവിടെ നമുക്ക് ലൈഫ് ഗാർഡിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫ്റ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു വാട്ടർ ഫോളിന്റെ സെറ്റപ്പും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നീല വെള്ളത്തിന്റെ സൈഡിൽ കൂടെ പച്ച പരവതാനി വിരിച്ച പോലെയുള്ള ആ ഒരു തെങ്ങിന്റെയും മറ്റു മരങ്ങളുടെയും പ്രസൻസ് എല്ലാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണേ? ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതിന്റെ ആ ഒരു ബ്യൂട്ടി ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് പോരാനേ തോന്നില്ല കേട്ടോ. പക്ഷെ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരുവാണ്. ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്